മിണ്ടായിരുന്നേ, മിണ്ടാരി എല്ലാവരും ഒന്ന് മിണ്ടാരി. മിണ്ടരുത്, നീ മിണ്ടരുത്. കാക്കയൊന്ന് മിണ്ടാരി ആക്കേ. അപ്പോഴേ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കല്ലുമ്മക്കായ റോസ്റ്റാണേ. അപ്പോഴീ കല്ലുമ്മക്കായ ചിരിക്കുന്ന പൊടി പെങ്ങടെ വച്ച അവിടെ തന്നെ കളിയാക്കി ചിരിക്കുവേണ്ട. അപ്പോഴേ നമുക്ക് ഈ കല്ലുമ്മക്കായ വെച്ചിട്ടേ റോസ്റ്റ് ഉണ്ടാക്കാം. കല്ലുമ്മക്കായ റോസ്റ്റ്. ഈ കക്ക തുറന്നു വരാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഈ കക്കയെല്ലാം വാരിയിട്ടിട്ട് തീയിട്ടാൽ മതി. തനിയെ തുറന്നങ്ങ് വരും. എവിടെ ഇളകി കിടക്കുന്നുണ്ട, തുറന്ന് കിടക്കുന്നുണ്ട. സിമ്പിളായിട്ട് ഇളക്കി ഇങ്ങ് എടുക്കാം. ഇതാണ് സാധനം. ഇപ്പം തന്നെ ഏകദേശം ഇളകിയൊക്കെ വന്ന്. ഇനിയിപ്പം ഇളക്കി എടുക്കണമെന്നില്ല, ചുമ്മാ ഒന്ന് കുടഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു കേട്ടോ. അത് അതിനകത്തൊന്നും ഇല്ല. ഇതിൻ്റെ അകത്തിരുന്നാന്ന് തോന്നുന്നത് ഈ ഇളകി കിടക്കുന്ന. ഇതാണിതാ, ചുമ്മാ നൈസായിട്ടിതാ ഇങ്ങനെ എടുത്താൽ മതി. കണ്ടാ, ചാക്കിട്ടിട്ടേ ചാക്കിനകത്തിരുന്ന് നമുക്ക് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ തോടെല്ലാം എടുത്ത കക്കയാണ് ഇരിക്കുന്നത്. തോടിരിക്കുന്നുണ്ടോ? ഈ കല്ലുമ്മക്കായക്കകത്തെ ഒരു ചെറിയ അഴുക്ക് കണക്കത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു ചെളി കണക്കത്തെ സംഭവമാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇളകി അങ്ങ് പൊയ്ക്കോളും. അപ്പോഴേ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതാ കണ്ടില്ലേ, ഇത്രയുണ്ട് കണ്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 3 വിസിൽ കേൾപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എന്തായിരിക്കുന്നത്. ഇത്രയും ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. അപ്പോൾ നമുക്ക് ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലിരിക്കുന്ന ഇത്രയും സാധനം അരിഞ്ഞെടുക്കാവേ. ഞാനിതൊന്ന് ചെയ്തോട്ടടാ. അടുപ്പ് നല്ല കത്തി വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. മൺചട്ടിയിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. ചട്ടി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാവേ. ഒരു കറിവേപ്പില ഇട്ടിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാവേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മളെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇടാൻ പോകുന്നത്. അടുത്ത കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോഴും നമ്മുടെ സവാള ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത നമുക്കേ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നേരത്തെ കുറച്ച് ഉപ്പിൻ്റെ പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് തട്ടാവേ. അപ്പോഴതിലോട്ടെ നമുക്ക് ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പോഴും നമ്മൾ നേരത്തെ കുക്കറിലൊരു 3 വിസിൽ കേട്ട കല്ലുമ്മക്കായ ഇപ്പം റെഡി ആയിട്ടിരിക്കുന്നത്. 3 വിസിൽ കേട്ട് കഴിഞ്ഞ് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. പക്ഷേ ഇത് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നില്ല, ഇത് കുറച്ച് തോനെയുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് അത് പൊരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചെടുക്കാവേ. നമ്മളിപ്പം പകുതി മാറ്റിയതിൻ്റെ ബാക്കിയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കാവേ. കാര്യം അത് കിടന്ന് വെന്ത, ഈ കല്ലുമ്മക്കായ കിടന്ന് വെന്ത വെള്ളമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാവേ. ഇതിങ്ങനെ അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നു നോക്കി, വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും തുറന്നു നോക്കി, അങ്ങനെ വേണം ഇത് ചെയ്യാൻ. അടി പിടിച്ചോ വെന്തോ എന്നൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ നോക്കിയേ ഒക്കെ വേണം ഇത് പരിപാടി ചെയ്യാൻ. ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് വീണ്ടും കുറച്ച് നേരം അടച്ചു വെക്കാം. ഏകദേശം പരുവായി കേട്ടോ, റോസ്റ്റായി. കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കേ ഇതിങ്ങ് എടുക്കാവേ. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അപ്പോഴത്തേക്ക് നമ്മളിതാ അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്. അപ്പം വാഴയിലക്കകത്ത് മുകളിൽ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഓടിയില്ലേ, ഓടിയുടെ ലോഗോ, പിന്നെ കുറച്ച് ക്യാപ്സിക്കം സൈഡിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 2 തക്കാളി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട. അപ്പം നമുക്ക് എടുത്ത് വയ്ക്കാവേ. അപ്പോഴും നമുക്ക് തുറന്നു നോക്കാവേ. അടിപൊളിയായിരിക്കുക. നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടിരിക്കുക കേട്ടോ. നല്ല കുമിളയൊക്കെ വരുന്നുണ്ട്, ബിളു എന്നും പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാവേ ഇത്. ഓക്കെ, എപ്പോഴും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ച് ടേസ്റ്റ് ചെയ്യാവേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടില വരി, ഉപ്പ് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഈ കല്ലുമേക്കായുടെ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൊണ്ട് നല്ല കിടിലായിട്ടുണ്ട്. ഈ കല്ലുമേക്കായ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ മേടിക്കാനുള്ള സ്ഥലവും ഈ കല്ലുമേക്കായ വാരുന്ന ആ വ്യക്തിയുടെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാവേ. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്നത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഞാനിത് കഴിക്കട്ടെ.